ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസും മുഖ്യമന്ത്രി ചർച്ചകളുമാണ്. പക്ഷേ പത്രങ്ങളിൽ ഇന്ന് മറ്റൊരു വാർത്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നമുക്ക് അത് സംസാരിച്ചു വരികയാണെങ്കിൽ സുപ്രഭാതത്തിൽ ഇന്നത്തെ ഹെഡ്ലൈൻ കറുത്ത തിങ്കൾ എന്നാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന് ശേഷം തകർന്നടിഞ്ഞ് ഓഹരി വിപണി എന്നാണ്. ഒറ്റ ദിവസം വിദേശികൾ വിറ്റഴിച്ചത് 6 ലക്ഷം കോടി രൂപയുടെ ഓഹരിയാണ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് 6 ലക്ഷം കോടി രൂപയുടെ ഓഹരി വിറ്റഴിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇന്ത്യൻ ഇക്കണോമിയിൽ ഉണ്ടാകുന്നു എന്നാണ് പത്രങ്ങളിൽ പറയുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുൻപിൽ വെച്ച കടുത്ത നിർദ്ദേശങ്ങൾ ദലാൽ സ്ട്രീറ്റിനെ ചോരക്കളമാക്കിയെന്നാണ് സുപ്രഭാതം ഇന്ന് ഒന്നാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എഴുതിയിരിക്കുന്നത്. മാധ്യമത്തിൽ പരിഭ്രാന്തി എന്നാണ് ഹെഡ്ലൈൻ. ഓഹരി വിപണിയും രൂപയും ഇടിഞ്ഞു, സാമ്പത്തിക നില ഗുരുതരമെന്നതിൻ്റെ തെളിവാണെന്ന് പ്രതിപക്ഷം പറയുന്നു. മോദിയുടെ ചെലവ് ചുരുക്കൽ പ്രസംഗം വലിയ തിരിച്ചടി ഉണ്ടാക്കി, ഇന്ധനവില വർധനവെന്നൊരു ആശങ്കയിലേക്ക് വരുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ഇന്ന് ഒന്നാമത്തെ പേജിൽ ആ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ആ വാർത്ത നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി പറയുന്നത് മാന്യമെന്ന് മോദിയും എന്നാണ്. ചെലവ് ചുരുക്കണമെന്ന മോദിയുടെ ആഹ്വാനം മുൻകൂർ ജാമ്യമാണ് എന്നാണ് പൊളിറ്റിക്കലി തന്നെ ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ആഘാതം ചെറുക്കുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടതോടെ ഇന്ത്യ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും കൂപ്പുകുത്തുമെന്ന് ആശങ്ക. പെട്രോൾ ഡീസൽ വില വർധന, വലിയ വിലക്കയറ്റം, തൊഴിൽ നഷ്ടം, കുടിയേറ്റ തൊഴിലാളികളുടെ കൂട്ടപ്പാലായനം, ഓഹരി വിപണിയിലെ തകർച്ച, ഇന്ധനക്ഷാമം കാരണമുള്ള ലോക്ക്ഡൗൺ തുടങ്ങിയവയാൽ ജനജീവിതം ദുസ്സഹമാകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. വീക്ഷണവും പൊളിറ്റിക്കലി കാര്യത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാര്യങ്ങൾ കൈവിടുന്നു എന്നാണ് വീക്ഷണത്തിൻ്റെ ഹെഡ്ലൈൻ. രാജ്യത്ത് ഇന്ധന സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം, ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങൾ വന്നേക്കും, ഇന്ധനവില വർധനവിനും നീക്കം, കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടെന്ന് പ്രതിപക്ഷം പറഞ്ഞ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വീക്ഷണം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയിലൊരു വാർത്തയുണ്ട്, അത് സ്വർണ്ണത്തീരുവ കൂട്ടിയേക്കും എന്നുള്ള വാർത്തയാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ എണ്ണവില $105 ഉയർന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 95 കടന്നതും ചില നിയന്ത്രണങ്ങൾക്കിടയാക്കുമെന്നാണ് സൂചന. സ്വർണത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഇറക്കുമതി തീരുവ 6% നിന്നും 10-12 ആക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ചിലപ്പോൾ 15 ആയേക്കും എന്നാണ്. രൂപയുടെ നഷ്ടം ഇന്നലെ രൂപ ചരിത്രത്തിൽ ഏറ്റവും മോശം സാഹചര്യത്തിലേക്ക് പോയി. 95 രൂപയ്ക്ക് മുകളിലായിരുന്നു ഇന്നലെ രൂപയുടെ മൂല്യം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. സ്വർണം വാങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടതെന്നും രാജ്യത്തെ ജനങ്ങളുടെ കൈവശമുള്ള സ്വർണം പുനരുപയോഗം ചെയ്യാൻ നയപരമായ തീരുമാനം കൈക്കൊള്ളുകയാണ് വേണ്ടത്, സർക്കാർ ചെയ്യേണ്ടതെന്നും ആണ് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.